ഹറാമായ സമ്പത്ത് കൊണ്ട് നിർമ്മിച്ച വീട്ടിൽ നമ്മളും കുടുംബവും നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന് പ്രതിഫലമില്ല. അവിടെ വെച്ച് ഖുർആൻ ഓതിയാൽ അതിന് കൂലിയില്ല. ഗൗരവമുള്ള സംഗതിയാ. നമ്മളെ ദുന്യാവും ആഖിറവും നശിച്ചു പോകുന്ന സംഗതിയാണ്. അല്ലാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ ഹലാലായി അനുവദിച്ചത് മാത്രമേ നമ്മളെ സമ്പാദ്യത്തിൽ ഉണ്ടാകാവൂ. അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് വലിയ അപകടമാണ്. മാ നബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമായ ആഹാരം കഴിച്ച് നമ്മളെ ശരീരത്തിൽ ഒരു കോശം വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് നരകത്തിൽ കത്താനുള്ളതാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളും കുടുംബവും കുട്ടികളും ഒക്കെ കഴിക്കുന്നത് ഹറാമായതാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആഹാരമെങ്കിൽ അതുകൊണ്ട് നമ്മളെ ശരീരം വളരും. അത് ഹറാം പറപ്പ് നമ്മൾ പറയാറുണ്ടല്ലോ. യഥാർത്ഥത്തിലുള്ള ഹറാം പറപ്പ് അതാ. ഹറാമ് തിന്നിട്ട് ശരീരം വളർന്നാൽ അത് നരകത്ത് കത്താനുള്ളതാണെന്ന് പറഞ്ഞാൽ ആ മനുഷ്യനിൽ നിന്ന് നരകത്തിൽ പോകാനുള്ള പ്രവർത്തനം തന്നെ ഉണ്ടാവുള്ളൂ ഹറാമ് തിന്നാൽ. അപ്പൊ അത് നമ്മൾ സൂക്ഷിക്കണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമ്മമാർ, സലഫുസ് സ്വാലിഹീങ്ങളിൽപ്പെട്ട ഉമ്മമാര് രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാരെ തടഞ്ഞു വെച്ച് പറയത്രേ, ഇന്നാ നസ്ബിറു അലൽ ജൂഅ് വലാ നസ്ബിറു അലന്നാർ. വിശപ്പ് അത് ഞങ്ങൾ എത്ര വേണമെങ്കിലും സഹിച്ചോളാം, നരകത്തിന്റെ ചൂട് സഹിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. അതുകൊണ്ട് ഹറാമായതൊന്നും ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. ഇങ്ങനെ ഓർമ്മിപ്പിക്കണ ഉമ്മമാരുണ്ടായിരുന്നു ആ കാലത്ത്. ഇന്നിപ്പന്മാർക്കൊന്നും അങ്ങനത്തെ ചിന്ത ഓർമ്മയൊന്നുമില്ല. എന്താവശ്യം ഉണ്ടെങ്കിലും ഈ വള കൊണ്ടുപോയി പണയം വെച്ചോളൂ എന്ന് പറയുന്ന ഉമ്മമാരുള്ളത്. ഹറാമും ഹലാലും അത് പ്രശ്നമല്ല, നമ്മൾ സൂക്ഷിക്കണം. ഹറാമ് സമ്പാദ്യത്തിൽ വന്നാൽ വലിയ അപകടമാണ്. ആ സമ്പാദ്യം കൊണ്ട് ഇനി നമ്മൾ അള്ളാന്റെ അടുത്ത് നിന്ന് കൂലി കിട്ടണമെന്ന് കരുതി അത് നമ്മൾ സ്വതക്ക ചെയ്താലോ അത് പടച്ച റബ്ബ് സ്വീകരിക്കൂല. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു വിശുദ്ധനാണ്, പരമവിശുദ്ധമായതല്ലാത്തതൊന്നും അല്ലാഹു സ്വീകരിക്കൂല. അറബിനെ തിങ്കാനയിലാക്കി ഇങ്ങോട്ട് പോന്നതാ മൊത്തെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് അതായിട്ട് സ്വതക്ക ചെയ്ത് എത്തിയൻകുട്ടിയൊക്കെ കുറച്ച് അനാഥകൾക്ക് അഗതി മന്ദിരത്തിന് കുറച്ച് സിറാജുൽ ഉദക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുത്താലേ ഇതിന് കൂലിട്ടോ? ഇതിന് കൂലി കിട്ടൂല. അല്ല വിശുദ്ധനാണ്, വിശുദ്ധമായതേ അല്ല സ്വീകരിക്കുകയുള്ളൂ. മാത്രമല്ല, ഇനി നമ്മൾ ഈ സമ്പാദ്യം കൊണ്ടൊരു വീടുണ്ടാക്കിയാൽ എന്താ വരാൻ പോകുന്നത്? ഹറാമായ സമ്പത്ത് കൊണ്ട് നിർമ്മിച്ച വീട്ടിൽ നമ്മളും കുടുംബവും നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന് പ്രതിഫലമില്ല. അവിടെ വെച്ച് ഖുർആൻ ഓതിയാൽ അതിന് കൂലിയില്ല. ഗൗരവമുള്ള സംഗതിയാ. നമ്മളെ ദുന്യാവും ആഖിറവും നശിച്ചു പോകുന്ന സംഗതിയാണ്. സമ്പാദ്യത്തിലേക്ക് ഹറാമ് കലർന്നു വന്നാൽ അത് വലിയ അപകടമുണ്ടാക്കും. ചില ആളുകൾക്ക് പൈസ കിട്ടിയാൽ മതി, അത് എങ്ങനെയായാലും വേണ്ടി. ഒരാള് രാവിലെ തന്നെ ബസ്സിൽ കയറി 10 ഉറുപ്പ്യന്റെ ടിക്കറ്റിന് 100 ഉറുപ്പ്യ കൊടുത്തു. ഇപ്പൊ കണ്ടക്ടർ ആദ്യം തന്നെ അവനോടാ പൈസ വാങ്ങണത്, ചില്ലറല്ല, തരട്ടോന്ന് പറഞ്ഞു. കുറച്ചങ്ങോട്ട് എത്തിയപ്പോ ആള് കൂടി തിരക്കായി. ഇവൻ ഇറങ്ങേണ്ട സമയം അപ്പം ബാക്കി ചോദിച്ചതാ. അപ്പൊ കണ്ടക്ടർക്ക് ഒരു സംശയം, നിങ്ങൾ 100 500 തന്നോന്ന് വെച്ചു. എന്താ സംശയം? 500 തന്നെ, 100 എടുത്തോ പറയാം. അപ്പൊ ആ സാധുവിന് 490 ആള് തിരിച്ചു കൊടുത്തു. എന്നിട്ട് ഓനെ ഇറങ്ങി വന്നിട്ട് പറയണം എന്താ അറിയോ, ഇന്ന് ഏതോ നല്ലൊരു മനുഷ്യനെ കണിയുണ്ടെന്ന് തോന്നുന്നുണ്ട്, രാവിലെ തന്നെ ഒരു 400 ഉറുപ്പ്യ കിട്ടി. നോക്കുങ്ങൾ, ആ പാവപ്പെട്ട കണ്ടക്ടർക്ക് വൈകുന്നേരം വരെ അധ്വാനിച്ച് അയാൾക്ക് കിട്ടേണ്ട സംഖ്യല്ലേ ഇത്? ഇനി കണക്കൂട്ടി അയാൾ ആട്ട് കൊടുക്കണ്ടേ? ഇത് എങ്ങനെ കിട്ടിയാലും വേണ്ടിയില്ല, ഹക്കും ബാത്തിലൊന്നും നോട്ടല്ല, അത് ഇങ്ങോട്ട് വാങ്ങി വെക്കുക. ഈ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവരുത്. ഹറാമ് നമ്മളെ സമ്പാദ്യത്തിലേക്ക് ഒരിക്കലും കടന്നു വരാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മൾ തിന്നുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ അനുവദിക്കപ്പെട്ടതാണെന്ന് ഉറപ്പുവരുത്തണം. കൂട്ടുകാരനെ അങ്ങാടിയിൽ നിന്ന് കണ്ട് നിർബന്ധിച്ച് വരെ ചായ പറയടാ, അല്ല ജ്യൂസ് പറയും, അങ്ങനെ ഓനെ നിർബന്ധിച്ചു. ഓനാണ് മനസ്സില്ല, മനസ്സോടെയാണ് കേറുന്നത്. കൊടുക്കുമ്പോ കൊടുക്കുന്ന ഇതൊന്നും പള്ളയിലാക്കിയത് കേട്ടോ. നല്ല മനസ്സോടുകൂടെ തരുന്നല്ലാത്തൊക്കെ തിന്നാലേ
നമ്മള് ഹറാമിന്റെ പണിയെ പിന്നെ എടുക്കുള്ളൂ. ഹറാം ഇങ്ങനെ കഴിക്കരുത്. ഇത് വെറുതെ കിട്ടിയ സിമന്റും തിന്നുള്ള അവസ്ഥയാണ് പല. എന്തും തിന്ന എന്തും കഴിക്കുക, ആരോടും പിടിച്ചർച്ച, ഇതൊന്നും പാടില്ല. ഹലാലും ഹറാമും നോക്കാതെ നമ്മൾ സമ്പാദിക്കരുത്. ഇന്ന് എന്തൊക്കെയാണ്, ഏത് ഭാഗത്തൂടെ പൈസ കിട്ടിയാലും തിരക്കടില്ല. നാട്ടുംപുറങ്ങളിലൊക്കെ വ്യാപകമായി നടക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ ഇടപാടുകളുണ്ട്. അതൊക്കെ നാട്ടിൽ പതിവുള്ളതായി അതിന്റെ ഹക്കും ബാത്തിലും നോക്കാതെ നമ്മൾ ചെയ്യാം. അതിൽ പെട്ടതാണ് ലോട്ടറി എടുക്കുക എന്ന് പറഞ്ഞ സാധനം. ഇപ്പൊ എല്ലാരും പള്ളിന്ന് 5 വക്തിനും ജമാഅത്തിന് വരുന്ന നെറ്റത്തൊക്കെ ലോറിന്റെ ലേറ്റിനെ വെല്ലുന്ന നിസ്കാരത്താമ്പൊക്കെ ഉണ്ട്. എന്നിട്ട് പള്ളിയിൽ നിന്ന് ജമാഅത്തും കഴിഞ്ഞ് ഇങ്ങനാട് പോയി ആ പെട്ടിപ്പീടിന്റെ എത്തുമ്പോ തുണി ഇങ്ങനാട് പൊന്തിച്ചിട്ട് ടൗസറിന്റെ കീശയിൽ കൈയിട്ടിട്ട് സാധനം എടുത്തിട്ട് അടിച്ചിണോ നോക്കിയാ പെരടിക്കാണ് അടി കൊടുക്കേണ്ടത്. എന്താ ഇപ്പൊ പൈസ ഉണ്ടാക്കാനേ? ഇതാ ഒരു നിങ്ങൾ അറിയോ എത്ര ആളെ കഫാണിത്? കോടിക്കണക്കിന് ആളുകളാണ് ഈ സാധനം നറുക്കെടുക്കണത്. എന്തിനാ നറുക്കെടുക്കണത്? ഓന് കിട്ടണം വിചാരിച്ചിട്ട്. അങ്ങനെ ജീവിതത്തിൽ സമ്പാദിച്ചത് മുഴുവനും ബാക്കി പോരാത്തത് കടം മേടിച്ചു ഞാൻ എന്തെങ്കിലും ഒന്ന് ഭാഗ്യവാനാകും, കോടീശ്വരനാകും എന്ന് കരുതി ലക്ഷക്കണക്കിന് മനുഷ്യര് ഇതിനിങ്ങനെ പണർക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നറുക്കെടുക്കുമ്പോഴും അവരൊക്കെ നെഞ്ചിടിപ്പോടെ നോക്ക്, എന്തെങ്കിലും കിട്ടുമല്ലോ. അതൊന്നും കിട്ടണില്ല. അവരൊക്കെ മനസ്സ് വേദനിച്ച കരള് നൊന്ത പണമാണിത്. ഇത് ഗവൺമെന്റ് അംഗീകരിച്ച ഒരു തെറ്റായ സമ്പാദ്യശീലമാണ്. മനുഷ്യരെ നിഷ്ക്രിയരാക്കുന്ന വളരെ വലിയൊരു ചൂതാട്ടമാണ്. ഇതിലൂടെ കുറെ ആൾക്ക് തൊഴിൽ കിട്ടുന്നില്ല എന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷെ ഇതുകൊണ്ട് തകർന്നു പോകുന്ന കുടുംബങ്ങളെ കുറിച്ച് നമ്മൾ പഠനം നടത്തണം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എത്ര ആളുകളാണ് അവരെ വീടും പറമ്പും കുടുംബവും ഒക്കെ ഇതുകൊണ്ട് നശിച്ചു പോയത്? എത്ര ആളുകളാണ് സമ്പാദിച്ച മുഴുവൻ ഇതിനു വേണ്ടി ചെലവാക്കുന്നത്? എന്റെ ഒരു അടുത്ത വീട്ടിലുള്ള ഒരു സഹോദരി, അവരിപ്പം 3 മക്കളെയായിട്ട് വീട്ടിലൊന്ന് താമസിക്കും. എന്താ കേസ്? ലോട്ടറി. ഭർത്താവിന് വേറെ ഒരു ചിന്തല്ല, ലോട്ടറി എടുക്കുക, എന്തെങ്കിലും ഒന്ന് ഞാൻ പണക്കാരൻ. അവസാനം ഭാര്യ വീട്ടുകാര് ഇവർക്കൊരു വീട് വെച്ചു കൊടുത്തു. ആ വീട്ടിൽ കൂടിയപ്പോഴാണ് അറിയുന്നത് അതിനു മുമ്പ് തന്നെ അത് പണയം വെച്ചിരിക്കുന്നു. ആ പെൺകുട്ടി വല്ലാതെ മനമെടുത്തുപോയി. ഇത്രയൊക്കെ അധ്വാനിച്ച് അവൻ ഒരു പണവും ചെലവില്ലാതെ സ്വന്തം പിതാവ് ഉണ്ടാക്കി കൊടുത്ത വീട് താമസിക്കുന്നതിന് മുമ്പേ പണയപ്പെടുത്തി ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ ആ കുടുംബം ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. ഇതുപോലെ എത്ര കുടുംബങ്ങളാണ്. ഈ സമ്പാദ്യം ഇത് സമ്പാദ്യമല്ല, ഇത് ഒരു പകൽ കൊള്ളയാണ്. ഇത് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നിർമ്മാണാത്മകമായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കാനുള്ള ശീലമല്ല. പിന്നെന്താ നൽകണത്? ഇത് ഭാഗ്യ പരീക്ഷണത്തിന് തുനിയാനാണ്. അതല്ല ശരിക്കും ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, ലോകത്ത് ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള നാട് ഇന്ത്യയാണ്. ജനസംഖ്യയിലും ഇന്ത്യ ചൈനയെ കടത്തിവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യവും ലോകത്ത് ഇന്ത്യ. ഈ യുവത്വത്തെ നമ്മൾ സക്രിയമായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ലോകത്തെ വൻ സാമ്പത്തിക ശക്തി നമുക്കാവും. കാരണം ലോകത്തെ ഏറ്റവും വലിയ ശക്തി മാനവ വിഭവശേഷിയാണ്. അത് നമ്മളെ കയ്യിലുണ്ട്. നമ്മൾ ഈ ചെറുപ്പക്കാരെ മയക്കിക്കടത്തിയും മോഹന വാഗ്ദാനങ്ങൾ നൽകിയും ഉറക്കിക്കടത്തുകയാണ് ചെയ്യുന്നത്. അതല്ല വേണ്ടത്. അവരെ കൊണ്ട് പണിയെടുപ്പിക്കണം. ചൈനക്കാരെന്ത് ചെയ്യുന്നു? പണിയെടുപ്പിക്കും. അതുകൊണ്ട് നമ്മളെ ഏത് തെരുവിൽ നിങ്ങൾ പോയോ എന്ത് സാധനം എടുത്തു നോക്കിയാലും മേഡ് ഇൻ ചൈന. ഉമ്മയും ബാപ്പയും അല്ലാത്ത എല്ലാം മേഡ് ഇൻ ചൈന ഉണ്ടാക്കിയിട്ട് ചൈനക്കാരുണ്ടാക്കി തരും നമുക്ക്. നമ്മളതിങ്ങനെ വിറ്റാണ്. നമുക്ക് ഉണ്ടാക്കാനൊന്നുമില്ല. അപ്പോ ആളുകളെ തൊഴിൽ രംഗത്തേക്ക് കൊണ്ടുവരിക, അങ്ങനെ ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി ആയുസ് ചെലവഴിക്കാനല്ല. അങ്ങനെ ഹറാമായ മാർഗങ്ങളെ നമ്മൾ വിട്ടൊഴിവാക്കണം. അതുപോലെ നാട്ടുംപുറങ്ങളിൽ നടക്കുന്ന ഒരു ഏർപ്പാടാണ് വിളിക്കുറി എന്ന് പറയുന്ന പരിപാടി. അതൊരു വലിയ ചൂഷണമാണ്.
1,00,000 കുറി ഉദാഹരണത്തിന് 10 പേര് പങ്കാളികളാണ്. 10,000 രൂപ വീതം മാസത്തിൽ വെക്കുന്നു. എന്നിട്ട് ഏറ്റവും തിടുക്കുള്ളവന് വിളിച്ചെടുക്കാം. ഒരാള് വിളിക്കാണ്, എന്റെ മോളെ കല്യാണം, എന്റെ മനസ്സിലായി, എന്റെ മോളെ കല്യാണം അടുത്ത മാസം, അപ്പൊ ഈ കുറി എന്തായാലും കിട്ടൽ നിർബന്ധ, 90,000 ഞാൻ എടുത്തോളാം. ഓൻ വെക്കേണ്ടി എത്രയാണ്? 1,00,000. ഓൻ വിളിക്കണത് 10,000 കുറച്ച് 90,000. അപ്പൊ വേറൊരുത്തൻ, എന്റെ മോളെ കല്യാണം അടുത്ത ദിവസം വരുന്നേലുള്ളൂ, എന്റെ കഴിഞ്ഞ കടണ്ട്, അങ്ങാടിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല, ജ്വല്ലറിക്കാരൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, 80,000. ഓ 20 കുറച്ചു. അപ്പൊ വേറൊരാള് മോളെ വിട്ട് കൊണ്ടാക്കി അടക്കാണ്, മോളെ തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് തൽക്കാലം കൊടുക്കാൻ ഞാൻ പറ്റൂല, ഓൻ 70,000. അങ്ങനെ സംഖ്യ ഇങ്ങനെ കുറഞ്ഞു വരുമ്പോ ബാക്കിയുള്ളവർക്കൊക്കെ അങ്ങനെ സന്തോഷം കൂടുക. കാരണം ഈ പാവപ്പെട്ട മനുഷ്യന്റെ ഇതിൽ കൈയിട്ട് വാരി അതിന്റെ പങ്കാളിത്തം പറ്റാലോ ബാക്കിയുള്ളവർക്ക്. സുബ്ഹാനല്ലാഹ്, ഇത്തരം കുറി ഇടപാടുകൾ എന്ന പേരിൽ നടക്കുന്ന പകൽക്കൊള്ളകളുണ്ട്. സഹോദരങ്ങളെ, ഇതിലൊന്നും നമ്മൾ അകപ്പെടരുത്. ഇതിലൊക്കെ കൊടും ചതിയാണ്, ചൂഷണങ്ങളാണ്. അത്തരത്തിലുള്ള പരിപാടികളൊക്കെ നമ്മൾ മാറ്റിവെക്കണം. പഴയ കാലത്ത് നടന്നു വന്നിരുന്ന ഹലാലായ കുറികളുണ്ട്. നമ്മൾ വെക്കണ സംഖ്യ അത് നറുക്കിട്ട് കിട്ടണോന് അത് മൊത്തം കൊടുക്കും. ഇതിന് അധ്വാനത്തിന് അവരിഷ്ടപ്പെടുന്ന ഒരു സംഖ്യ ഇവർക്ക് കൊടുക്കുക. അത് നേരത്തെ വേണമെങ്കിൽ നിശ്ചയിക്കുന്നതിനും വിരോധമല്ല. അതല്ലാതെ ഈ രീതിയിലുള്ള ചൂഷണങ്ങൾ, ഇല്ലാത്തവനെ കൂടുതൽ പിഴിഞ്ഞ് അവന്റെ പണം പങ്കുവയ്ക്കുക എന്ന് പറയുന്ന ഏർപ്പാട് നമുക്ക് പാടില്ല. ഇങ്ങനെ പല രീതിയിലും അനർഹമായതൊന്നും നമ്മൾ കൈപ്പറ്റരുത്. റേഷൻ കാർഡുകൾ ഇപ്പം പല ഗ്രേഡുകളാണ്. അതിന് ഗവൺമെന്റ് വെച്ച ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ച് നമുക്ക് വെള്ള കാർഡിന് അർഹത ഉള്ളൂ എങ്കിൽ എന്നാൽ അതിനേക്കാൾ അരി കിട്ടണ കാർഡ് നമ്മൾ വാങ്ങാൻ പാടില്ല. അത് നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല. പഞ്ചായത്ത് അവര് നിശ്ചയിക്കുന്ന ചില മാനദണ്ഡങ്ങൾ വെച്ച് വീട് കൊടുക്കുന്നു, കക്കൂസ് കൊടുക്കുന്നു, പല ആനുകൂല്യങ്ങളും കൊടുക്കുന്നു. നമ്മൾ അതിന് അർഹരല്ല എന്ന് നമുക്ക് ബോധ്യമുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ തട്ടിപ്പിലൂടെ അത് കൈവശപ്പെടുത്താൻ പോകരുത്. മുസ്ലിം എപ്പോഴും ഹഖും ബാത്തിലും ചിന്തിക്കുന്നവനാകണം. ഹറാമ് നമ്മളെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. അതേ കൂട്ടത്തിൽ ഏറ്റവും മാരകമായ അപകടമുള്ള ചൂഷണമാണ് പലിശ എന്ന് പറയുന്നത്. അത് ഇല്ലാത്തവനെ ചൂഷണം ചെയ്യുന്ന ഏർപ്പാടാണ്. അല്ലെ, കുടുങ്ങണോനാണല്ലോ അത് വാങ്ങുക. പിന്നെ ഓനെ കുടുക്കി ഓന്റെ കയ്യിലുള്ളത് ഇവരുടെ കൈവശത്വം. അതാണ് ഇപ്പൊ ഇതിന്റെ പേര്. ആകവന്റെ അടുത്തുണ്ടാകത്ര 5 സെന്റ് സ്ഥലം, അതിലൊരു വീട് വെക്കാനാണ് ഇവന് ലോണ് കൊടുക്കുന്നത്. വീട് വെക്കാനാണ് ലോണ് കൊടുക്കുന്നത്. അപ്പൊ വീടൊക്കെ വെച്ച് നോക്കുമ്പോ നാട്ടുകാരൊക്കെ പറഞ്ഞു, സുലൈമാൻ ഇപ്പൊ നല്ല സുഖാട്ടോ, വലിയ പൊരൊക്കെ ഉണ്ടാക്കിയാണ്. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാ പറഞ്ഞ സുലൈമാന്റെ പര ജപ്തി ചെയ്ത് പോയിട്ടോ പറഞ്ഞു. എന്തേ? ഓൻ വീട് വെക്കാൻ ലോൺ വാങ്ങിയേന്. ഇപ്പൊ ഓന്റെ പൊരയും പോയി, പറമ്പും പോയി. ഇതാണ് ചൂണ്ടിട്ടിട്ട് മൊത്തം ഇങ്ങോട്ട് വലി. ഈ ചൂഷണാണ് യഥാർത്ഥത്തിൽ പലിശ ഇടപാടിൽ. അപ്പൊ അങ്ങനത്തെ ഹറാമായ സമ്പാദ്യത്തിന്റെ പിന്നാലെ പോകാതെ അള്ളാഹു അനുവദിച്ച ഹലാലായ മാർഗത്തിലൂടെ പരമാവധി ആരോഗ്യമുള്ള സമയത്ത് ജീവിക്കാനുള്ളതൊക്കെ സമ്പാദിച്ചു വെക്കണം.